Good evening, ladies and gentlemen. It gives me immense pleasure and great honor to സെറമണിയിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കെടുക്കുന്നു. എനിക്ക് 7:40 ട്രെയിനിന് പോകേണ്ടി വന്നതുകൊണ്ടാണ് സാധാരണ നടപടി ക്രമങ്ങൾ മുഴുവൻ മാറ്റി 2 വാക്ക് സംസാരിച്ചിട്ട് പോകാമെന്ന് കരുതിയത്. റോട്ടറി ക്ലബ്ബ് ഹരിപ്പാടിൻ്റെ ഏത് നല്ല കാര്യങ്ങൾക്കും സഹായഹസ്തം നീട്ടുന്ന ഒരു പ്രസ്ഥാനമാണ്. ഞാൻ 1982 മുതൽ ഇവിടെ ഉള്ള ആളാണ്. എല്ലാ കാലഘട്ടത്തിലും പാവങ്ങളെ സഹായിക്കാനും സാധുക്കൾക്ക് ശക്തമായ കൈത്താങ്ങായി മാറാനും ഹരിപ്പാട് റോട്ടറി ക്ലബ് സഹായവുമായി എന്നും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇന്നിവിടെ ഹരിപ്പാട് റോട്ടറി ക്ലബ് ഗ്രേറ്റർ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിന് ഞാൻ ഇതിനു മുമ്പ് നിരവധിയായ അവസരങ്ങൾ ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. പുതിയ ഭാരവാഹികളായി ചാറെടുക്കുന്ന സൗമ്യ പ്രമോദിന് എല്ലാവിധ നല്ലൊരു കയ്യടിയോടെ നമുക്ക് എല്ലാവിധ ആശംസകളും. തീർച്ചയായും സൗമ്യയുടെ നേതൃത്വത്തിൽ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ മുന്നോട്ട് പോകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിന് സ്ഥലത്തെ MLA എന്നുള്ള നിലയിലുള്ള പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കാൻ ഈ അവസരം. നമുക്കറിയാം, റോട്ടറി ക്ലബ്ബ് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മഹത്തായ ഒരു പ്രസ്ഥാനമാണ്. ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും നമുക്ക് ഈ പ്രസ്ഥാനത്തെ കാണാൻ കഴിയും. ഈ പ്രസ്ഥാനത്തിന്റെ കർമ്മനിരതമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇത്രയും വർഷങ്ങളായി ഇത് ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നത്. ഒരു വലിയ കൂട്ടായ്മയാണ്, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് റോട്ടറി ക്ലബ്ബ്. ആ റോട്ടറി ക്ലബിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഹരിപ്പാടും സ്വാമിയുടെ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നല്ല നിലയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുകയാണ്. ഇവിടെ ഇനിയും ഈ ചടങ്ങുകളെല്ലാം അതിൻ്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകട്ടെ. പ്രമോദ് എൻ്റെ വർഷങ്ങളായി എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി ഈ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുക്കുന്ന ഈ ചടങ്ങിൽ സന്തോഷപൂർവ്വം എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ നാടിനും റോട്ടറി ക്ലബിലെ അംഗങ്ങൾക്കും പ്രയോജനമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇൻസ്റ്റലേഷൻ സെറമണിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി സർവീസ് ഒരു പ്രധാനപ്പെട്ട ഘടകമായി ഇത്തവണ നിങ്ങൾ ഏറ്റെടുക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളും വിജയിക്കട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാ റൊട്ടേറിയൻസിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നമസ്കാരം. ജയ്. ഒരു അവാർഡ്. Another significant and auspicious moment of this award is instituted in the loving memory of who dedicated herself to the ideals of service, compassion and commitment. The Vanitha Ratna Award is jointly organized by the Rotary Club of Haripad Greater and Sudharma Muralidharan Foundation as a tribute to recognize this and celebrate the exemplary contributions, resilience and achievements of remarkable women in our society. To Srimati Gayatri J by our honor. Thank you, sir. ഗ്രാമത്തിൽ നിന്നും ഹരിപ്പാട് എന്ന പട്ടണത്തിലെത്തി ജീവിതത്തിന്റെ വലിയ പോരാട്ടങ്ങളുടെ മുന്നേറിയ ധീര വനിതയാണ് ശ്രീമതി ഗായത്രി ദേവി. ബിരുദാനന്തര ബിരുദധാരിയായ ഗായത്രി ദേവി 2000 ഹരിപ്പാട്ടെ അംബ്ലി പ്രസിന്റെ ഉടമയായ ശ്രീ പ്രദീപിനെ ജീവിതസഖിയായി വിവാഹശേഷം കുടുംബ വ്യാപാരമായ പ്രിന്റിംഗ് മേഖലയിലേക്ക് കടന്നു വന്നും തികച്ചും 2011 ഭർത്താവിന് ബ്രെയിൻ ട്യൂമർ സ്ഥിരീകരിച്ചു. 1.5 വർഷക്കാലം സ്നേഹവും പ്രതീക്ഷയും കൈവിടാതെ നടത്തിയ പോരാട്ടത്തിനൊടുവിൽ 2013 ജൂലൈ 9 ശ്രീ പ്രദീപ് വിട പറഞ്ഞു. ആ നിമിഷം ഒരു ഭാര്യയുടെ സ്വപ്നങ്ങൾ തകർത്തു, ഒരു ആളെ പോലെ പരിചരിച്ചു. അച്ഛന്റെ വേർപാടിന് ശേഷം ആത്മവിശ്വാസത്തോടെ സ്ഥാപനത്തെ മുന്നോട്ട് നയിച്ചു. പാരമ്പര്യമുള്ള അംബ്ലി പ്രസ് ഗായത്രി ദേവിയുടെ കരങ്ങളിൽ കരുതലോടെ മുന്നേറുകയാണ്. ഒരു അമ്മ എന്ന നിലയിലും
അവർ അഭിമാനകരമായ മാതൃകയാണ്. മൂത്ത മകൾ പവിത്ര MBA ഫസ്റ്റ് ക്ലാസ്സോടെ വിജയിച്ച് ഇന്ന് ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്നു. ഇളയ മകൾ പവന മികച്ച വിജയം നേടി ശാസ്ത്ര വിഷയത്തിൽ പഠനം തുടരുന്നു. മക്കളാണ് അവരുടെ ശക്തി. അവരുടെ പ്രതിസന്ധികളെ പടവുകളാക്കി ഉയർന്ന ഒരു വ്യക്തിത്വം, സമൂഹത്തിന് മാതൃകയായ ഒരു വനിത. 2026 സുധാ सवे करुणाम्बुरासी धीम तारा जतुलतो प्राण में नाट्यम चेसे गतुलतो नाम शतं मूल नतुलतो ना पैननी चुकुआ बेला నిరంతరం నీకు నివాళినివ్వాలని నాలో ఆవేదనే నువ్వు ఆదరించేలా నివేదనవ్వాలని దేహమునే కోవెలగా నిన్ను కొలువుంచా జీవముతో భావముతో సేవలు చేసా ప్రతి ఋతువు ప్రతి కృతువు నీవని ఎంచా సతతము నీ స్మరణే ధీం తారా జతులతో ప్రాణమే నాట్యం చేసే గతులతో నామ శతం మూల నతులతో నా పైన నీ చూపు ఆపేలా శరణంటినే జనని నాద వినోదిని భువన పాలినివే అనాథ రక్షణ నీ విధి కాదటే మొరవిని చేరవటే ആയിരത്തി 1905 ഒരു യുവ അഭിഭാഷകന്റെ മനസ്സിലുദിച്ച ആശയം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയായിട്ടെന്ന് മാറിയേക്കാണ്. ഇന്ന് 222 രാഷ്ട്രങ്ങളിലായിട്ട് റോട്ടറിയുടെ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുന്നുണ്ട്. ഏതാണ്ട് നിങ്ങൾ ആലോചിക്കണം, 121 വർഷത്തിന് ശേഷവും അനുസ്യൂതമായി ഒരു സംഘടന പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ തികച്ചും അതിൻ്റെ സുതാര്യതയും അതിൻ്റെ കൺസിസ്റ്റൻസിയും അതേപോലെ തന്നെ അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളും എല്ലാം നല്ലവണ്ണം പോകുന്നുണ്ട് എന്ന് മാത്രമാണ്. ഇന്ന് നമ്മുടെ ഡിസ്ട്രിക്ട് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് പാറശാല മുതൽ ചേർത്തല അരൂർ വരെയുള്ള സ്ഥലങ്ങളിൽ, കോട്ടയം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉള്ള 5 റവന്യൂ ഡിസ്ട്രിക്ട് കവർ ചെയ്യുന്ന ഡിസ്ട്രിക്ട് 3211. കഴിഞ്ഞ കൊല്ലം ഫസ്റ്റ് ലേഡി ഗവർണറായിട്ട് ഡോക്ടർ ടീന ആൻ്റണി ആയിരുന്നു. വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അവരുടെ ഒരു ഡിസ്ട്രിക്ട് പ്രോജക്റ്റ് ഓപ്പോൾ എന്നത് സമഗ്രമായ സ്ത്രീ വികസനത്തിൻ്റെ ഒരു നെടുന്തൂണായിരുന്നു. എല്ലാ ക്ലബ്ബുകളും അത് ഏറ്റെടുക്കുകയും അപൂർവബോധമായൊരു പുരോഗതി കൈവരിക്കാൻ ആ പ്രോജക്റ്റിനെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് 5495 റൊട്ടേറിയൻസ് ആണുള്ളത്. 165 ക്ലബ്ബുണ്ട്. കഴിഞ്ഞ കൊല്ലം ഞാൻ അറിഞ്ഞത് ഏതാണ്ട് 36 കോടി രൂപയുടെ പ്രോജക്റ്റാണ്
3211 ചെയ്തതെന്നാണ്. 36 കോടി രൂപയുടെ പ്രോജക്റ്റ്. അതിനകത്ത് 50 ലക്ഷം രൂപയുടെ ഒരു ഡ്രഗ് അനലൈസർ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല കൊടുക്കുകയുണ്ടായി. കാരണം ഈ തൂഫാനുമായിട്ട് ബന്ധപ്പെട്ട് 50 ലക്ഷം രൂപയുടെ ഡ്രഗ് അനലൈസർ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന റോട്ടറി നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സന്നദ്ധ സംഘടന അല്ലെങ്കിൽ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനായിട്ട് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം ഈ ക്ലബ്ബ് അന്ന് പ്രസിഡൻ്റായിരിക്കുന്ന ശ്രീ പ്രകാശിൻ്റെ നേതൃത്വത്തിൽ 300 ദിവസത്തോളം നമ്മുടെ ഹരിപ്പാടെയും അതുപോലെ തന്നെ ചിങ്ങോലി പഞ്ചായത്തിലെയും ഹരിതകർമ്മസേനയ്ക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സൗജന്യമായിട്ട് നൽകുകയുണ്ടായി. കാരണം 300 ദിവസത്തോളം ക്യാൻസർ രോഗം ബാധിച്ചവരുടെ ചികിത്സ, രക്തപരിശോധന, റൊട്ടീൻ ടെസ്റ്റ് ഉണ്ട്, അത് സൗജന്യമായിട്ട് ചെയ്യുകയുണ്ടായി. ഒരു 50നോടടുത്ത് ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻ്റ് അവർക്ക് ഡയാലിസിസ് കിറ്റ്, അതുപോലെ തന്നെ ഡയാലിസിസ് നീഡിൽ എന്നിവ കൊടുക്കുകയുണ്ടായി. സെക്രട്ടറി ബാക്കി കാര്യങ്ങൾ റിപ്പോർട്ട് വായിക്കും, അവിടെ കിടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു പ്രവർത്തനം ഹരിപ്പാട് ഗേറ്ററിന് ഈ സമൂഹത്തിൽ കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ള സത്യമാണ്. അതുപോലെ കൂടാതെ തന്നെ നമ്മുടെ പാലിയേറ്റീവ് കെയർ വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ഇത്ര 1 വർഷക്കാലം പാലിയേറ്റീവ് കെയർ നല്ല സമഗ്രമായി നടത്തിയ ഡോക്ടർ ജോണി ഗബ്രിയലിന് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. അദ്ദേഹം ഇവിടെ ഇല്ല എന്ന് തോന്നുന്നു. അതിൻ്റെ ചെയർമാനായിരുന്ന ഷിജുരാജനും അതേപോലെ തന്നെ അനിൽപ്രസാദിനും പ്രത്യേക അഭിനന്ദനങ്ങൾ ഞാൻ നൽകുകയാണ്. ഓപ്പോളിൻ്റെ പ്രോജക്റ്റ് ചെയർപേഴ്സണായിരുന്ന ശ്രീ രേഖ ഷിജു വളരെ കാര്യമായിട്ട് തന്നെ ആ കാര്യത്തിൽ പ്രവർത്തിക്കുകയും അത് നല്ല അച്ചീവ്മെൻ്റ് നേടുകയും ചെയ്തു. രേഖ ഷിജുവിനും എൻ്റെ അഭിനന്ദനങ്ങൾ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ക്ലബ് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന മുരുകൻ പാളയത്തിൽ, പ്രസിഡൻ്റായിരുന്ന ജേക്കബ് സാമുവൽ, ഫാമിലി ഓഫ് റോട്ടറിയുടെ മെമ്പറായിരുന്ന ചെയർമാനായിരുന്ന ഹരീഷ്, നമ്മുടെ ബഹുമാനപ്പെട്ട AG മായ സുരേഷ്, എല്ലാവർക്കും ഞാൻ എൻ്റെ അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ST പ്രോയുടെ ചെയർമാൻ ശ്രീ ജോഷ് ഇവിടെ എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിനും എൻ്റെ അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഞാൻ മിനിസ്റ്റർക്ക് സ്വാഗതം പറയുന്നു. അദ്ദേഹം അവിടെ 6 മണിക്കൊന്ന് വന്നിട്ട് പോയതാണ്. പക്ഷേ റോട്ടറി ക്ലബിനോടുള്ള ഒരു സ്നേഹവും ഒക്കെ കൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നു. പിന്നെയും അത് ഒരു നല്ല കാര്യം തന്നെ ആയിപ്പോയി. അദ്ദേഹത്തിനുള്ള നന്ദി അറിയിച്ചുകൊള്ളു. അതേപോലെ തന്നെ കൃത്യസമയത്ത് ഇവിടെത്തിയ നമ്മുടെ ചീഫ് ഗസ്റ്റ് PGND അഡ്വക്കേറ്റ് KJ രാജീവ്, അദ്ദേഹം 2011 തൊട്ട് ബെസ്റ്റ് എന്ന് കേട്ടുകൊണ്ടിരിക്കുക. അന്ന് ബെസ്റ്റ് പ്രസിഡന്റ്, ബെസ്റ്റ് AG, ബെസ്റ്റ് ചെയർമാൻ, അങ്ങനെ ഒട്ടനവധി പൊസിഷനിലൊക്കെ വന്നിട്ട് ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന വ്യക്തിയാണ്. പെറ്റ് സെമിനാർ, ഡിസ്ട്രിക്ട് കോൺഫറൻസ്, അതുപോലെ തന്നെ അങ്ങനെ കുറേ കമ്മിറ്റികൾ, മെമ്പർഷിപ്പ് ഡെവലപ്മെൻറ്റ്, അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പ് ഡെവലപ്മെൻ്റ് ആയ സമയത്ത് ഏതാണ്ട് 6000 എബവ് ആയിരുന്നു 3211 പിന്നെ മെമ്പർഷിപ്പിൻ്റെ റേറ്റ്. അപ്പോൾ അത്രമാത്രം പ്രയത്നിച്ചു. ഇപ്രാവശ്യമാണെങ്കിൽ 33 റോട്ടറി ക്ലബ്ബുകൾ നമ്മൾ ഉണ്ടാക്കുകയുണ്ടായി. റോട്ടറി ക്ലബ്ബ് 10-15 താഴെയായിരുന്നു തോന്നുന്നു. അത് ഇത്രയും ഇൻക്രീസ് ചെയ്യാൻ കഴിയും. അപ്പം ശരിക്കും ഒരു റോട്ടറി പ്രവർത്തകൻ എന്ന നിലയ്ക്കും റോട്ടറിയുടെ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കും അദ്ദേഹം ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. Glad to present the report of activities of RC Haripad Greater. Rotarian R.K. Prakash and his team of OPS was installed on 3rd July 2025. Present District Governor AKSM G. Krishnan Nair was the chief guest. Vanitha Mitra Award instituted by Rotarian past Assistant Governor Muralidharan in loving memory of his wife Rotarian Sudha Muralidharan was given away to new lady enterpriser Srimati Geeta Lakshmi. Now she is the Grama Panchayat President of Chettulangara. Free tree saplings was distributed at Murali Hotel. It was also inaugurated by President DG AKSM G. Krishnan Nair. 100 food packet was supplied to Akok, Takshana Alamara. 1000 rupees was given to Sri Sunil of Pallana and Saumya for medical aid. Umbrella distributed to Government Girls Higher Secondary School, Haripad. Service project. Independence Day was celebrated in a grand manner. Rotarian R.K. Prakash hosted the national flag. We participated Independence Celebration program at Government Girls High Secondary School, Haripad, where NCC, Scout, NSS volunteers parade was conducted. After that, breakfast was given to students.
Onam was celebrated in our club premise Attapu. Various arts and cultural program was organized by Rotary aunts and uncles. Municipal Chairman Sri K. Ramakrishnan was chief guest. Club honored Doctor of Rotarian Shabarinath for getting MBBS. Honored Rotary Annette Tony K. Titti's son of Rotarian Titti Benjamin for high score in CA exam. Deepavali celebrated in club with the participation of family members. November 1st, Kerala Piravi Day was celebrated and Karshaka Sri Award was distributed by Municipal Chairman K. Ramakrishnan to Srimati Vijay Kumari and Lalita Kumari. Adequate diaper was distributed to Snehathiram and old age home under Social Welfare Department at Aratupuzha. Christmas, New Year and 7th Charter Day was celebrated on 2nd January 2026. Present District Governor AKSM Krishnanji Nayak was the chief guest. Rotary India Literacy Award was distributed to Srimati Jisi of Government Girls High School, Srimati Jaya SSE NSS HSS Karivata and Jayasri Government UP School Karthiyapalli. Cultural program of Sajit Devurath was very interesting. Republic Day observed on 28th January. We attended the Golden Jubilee celebration of RC Malikara and GOVs of Muttam, Kayangulam and Haripad. Senior doctors in modern medicine Ayurveda homeopathy system was adorned on Doctors Day. 14 doctors were received Ponnana and mementos. Medical camp, 4 Ayurveda medical camp conducted by the help of Dr. S. Prasannan, Dr. Valsala Prasannan. World Diabetic Way was observed. We arranged a mobile diabetic detection camp at Muttam, Karthiyapalli, Pulki and Haripad. 3 diabetic neuropathy and bone minerals testing camp was conducted. On October 2nd, Gandhi Jayanti Day was observed and breakfast arranged with inmates of Gandhi Bhavan, Haripad. A family tour was arranged on 11th October to Kuttalam. World Food Day, October 16th was observed. Breakfast was given to Harinagarma Sena. Beggars and wandering people of Haripad. A walker donated to a paralyzed patient of Karivata and adequate dialysis needles were given to a kidney patient. In connection with Chitra Utsavam at Haripad, we arranged a BP checkup and blood sugar test center in front of municipality. Our club's continuing project Swandana Sparsham and Geriatric Camp. These 2 projects were implemented by the magnanimity of our Major Dr. Johnny Gabriel. Every first Sunday it was done. 10 camps conducted in this year. Newspaper distribution was conducted at the Kayangulam DYSP office, Haripad, Karilakulangara police station and NSS HSS Karivata. On May 10th, in connection with Mother's Day, 25 fruit kits were distributed to pregnant women at Government Hospital, Haripad. District Project Opal. Inauguration of District Project Opal was done by our beloved past District Governor Dr. Tina Anthony on that day. We arranged a breakfast with past District Governor Dr. Tina Anthony and the Harinagarma Sena in Club Hall. Uniform for Harinagarma Sena is distributed by past District Governor. 6 verticals of Opal project was inaugurated. RO plant for Government Girls School Muttam, toys for Anganawadi. We visited Snehathavan at Pallipad. Free bedsheet and dresses were distributed. Waste bin were given to Government UP School Muttam. Motivational Career Development Program was organized on 17th August, Government Girls High Secondary School, Haripad. For whiteboard presented to NSS HSS Karivata. Onam Sadhya for Harinagarma Sena was inaugurated by Executive Magistrate C. Anil. Drug abuse awareness and motivational class conducted at NSS HSS Karivata. 200 Minister Cup were distributed at NSS HSS Karivata. Cervical cancer awareness class conducted by Dr. Shyama on oncologist. AI aided cancer screening program was conducted at Deba Hospital with the help of Believers Church Hospital. During World Women's Day, we adorned Karthipalli Panchayat Vice President, Chepad Panchayat President, ASC Asha Ramachandran, Haripad Block Panchayat Member and Municipal Chairman Sri Vrinda S. Kumar. As part of the project, a house was provided in West Bengal. 3 ceiling fans were distributed to the Anganawadi.
260 days free breakfast was given to 50 members of Haritakarma Sena of Haripadu Municipality and Chingoli Panchayat. 300 post-cancer and cancer patient was regularly tested their blood at free of cost. District level, 30 members participated in DG installation function. 25 members attended in membership development seminar and recognized past district governor for highest registration. In inauguration ceremony of OPOL, participants was 31. In TRF seminar, high registration and was overall championship for club projects hosted pre-zonal cabinet. International service. Polio vaccine program was inaugurated by Rotarian past Assistant Governor Dr. S. Prasannan at Karivata TB Center. We arranged a vaccine booth at KSRTC bus station at Haripad. World Polio Day was organized very colorfully. A LED display plan with announcement was done in and around Haripad. End polio placard was displayed. 11 Rotarians participated in lead international conclave at Chennai. 23rd February, RI birthday was celebrated. Rotarian Dr. S. Prasannan said the history of Rotary International till this date. A Rotaract Club was inaugurated by Rotaract District Chairman Rotarian Advocate K.J. Ravji. Thank you. Thank you, Rotarian Soumi. Apsara Pramod and Apsana Pramod, pursuing their medical education in Georgia. With an inspiring blend of academic values, Mrs. Soumya Pramod continues to be a source of service and service. Has arrived the installation of the President of Rotary Club of Thank you. This is the chart of this club. Keep it in. This is the gavel, the authority to control the meeting and sparing it, use it sparingly. Thank you. Past AGs, past President, fellow Rotarians, district leaders, and distinguished guests. It is with great honor, gratitude, and humility that I accept the responsibility of serving as the President of Rotary Club of Haripad Greater for the Rotary year 2026-27. I sincerely thank every member of my club for the trust and confidence you have placed in me. I also express my heartfelt gratitude to my husband, Rotarian Pramod Ittikatil, my parents, my doctors, and my Rotary family for their unconditional love, encouragement, and support. This honor is not mine alone. It belongs to every Rotarian who believes in the power of service and teamwork.
As we begin this new Rotary year, our vision is simple yet meaningfully to create lasting impact through combined shared service. Guided by the goals of Rotary District 3211, our club is committed to implementing impactful projects in the areas of peace building, healthcare, education, sanitation, environmental sustainability, women empowerment, and community development. In the coming months, we will conduct awareness program on the prevention of violence and trauma, counseling for students, eye, ear, dental, and vaccination camps, palliative care initiatives, lifestyle diseases screening programs, safe drinking water and wash projects, waste management initiatives, educational support for deserving students, and the construction of a house for a deserving woman. Today, we are also proud to institute a Women's Entrepreneurship Award with a cash prize of 25,000 rupees in memory of the late wife of our club member, Rotarian Pasteji Muralidharan, to encourage and support women who are serving to build a better future for themselves and their families. Beyond this project, our focus will be on strengthening club fellowship, increasing membership, engaging youth through Rotaract and Interact, empowering women, nurturing future leaders, and building meaningful partnership with the community. We believe that every project, no matter how small, has the power of transform lives. I firmly believe that leadership is not about one person. It is about inspiring people to work together for a common purpose. With the dedication of our members and the support of our district leaders and community partners, I am confident that we can make this Rotary year truly memorable. Let us work toward with compassion, integrity, and commitment, living by Rotary's motto, service above self. Thank you once again for your trust and encouragement. I look forward to serving alongside each one of you as we create hope, transform lives, and build a stronger community. Thank you and have a wonderful evening. Thank you, President Rotarian. Governor Rotarian V. Past Assistant Governor. ശരിക്കും റോട്ടറിയെ സംബന്ധിച്ചിടത്തോളം വളരെ അർത്ഥവത്തായ ഒരു സെയിങ്. എവരി ഇയർ എവരി പ്രസിഡന്റ് ഓർ എവരി ഇന്റർനാഷണൽ പ്രസിഡന്റ് ഓർ എവരി പ്രസിഡന്റ് ഓഫ് ദി ക്ലബ് ഓർ എവരി ഡിസ്ട്രിക്ട് ഗവർണർ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ അച്ചീവ്മെന്റ്സിൽ നിന്ന് പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ആ വർഷത്തെ റിട്ടയറിയൻസിനെ ഇൻസ്പയർ ചെയ്ത് പുതിയ ലീഡർഷിപ്പ് ഉണ്ടാക്കിയെടുക്കും. കഴിഞ്ഞ വർഷം ഈ ക്ലബിനെ റൊട്ടേറിയൻ പ്രകാശിന്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായ ഒരു നല്ല വർഷം നമുക്ക് സംഭാവന ചെയ്തു. അതിന് താങ്ങായി തണലായി നിന്നത് നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറിയും ഇപ്പോഴത്തെ പ്രസിഡന്റുമായ റൊട്ടേറിയൻ സൗമ്യ. ഈ വർഷം റൊട്ടേറിയൻ സൗമ്യ കഴിഞ്ഞ വർഷത്തെ അച്ചീവ്മെന്റ്സിൽ നിന്നുകൊണ്ട് പുതിയ കാര്യങ്ങൾ, പുതിയ മേഖലകൾ കണ്ടുപിടിച്ച് ഈ ക്ലബിനെ അടുത്ത ഒരു ലെവലിലേക്ക് ഉയർത്തുകയും അടുത്ത വരുന്ന വർഷത്തെ ലീഡേഴ്സിനെ ഇൻസ്പയർ ചെയ്ത് പുതിയ ഒരു ലീഡർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ചെയ്യുകയും പോവുക. ഈ അവസരത്തിൽ കഴിഞ്ഞ വർഷം ഈ ക്ലബിനെ നല്ല രീതിയിൽ നയിക്കുകയും ഈ വർഷം പുതുതായി ഈ വർഷം ക്ലബിന്റെ പ്രസിഡന്റായി ചാർജ് എടുത്ത റൊട്ടേറിയൻ സൗമ്യ പ്രമോദിനും സെക്രട്ടറി റൊട്ടേറിയൻ രേഖാ സുനിലിനും ട്രഷറർ റൊട്ടേറിയൻ ജേക്കബ് സാമുവലിനും ടീമിനും
ഈ വർഷം ഒരു നല്ല വർഷമായി തീരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആശംസിക്കുക കൂടി ചെയ്യുക. ലീഡർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം പരുന്ത് ഈഗിൾ നമുക്ക് ഒരുപാട് പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ് പരുന്ത്. വളരെ വലിയ മഴയും കാർമേഘങ്ങളും ഒക്കെ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ വളരെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മറ്റുള്ള പക്ഷികളെല്ലാം അതിന്റെ കൂടുകളിലേക്ക് പോകുമ്പോൾ പരുന്ത് ആ പ്രതിസന്ധിയെ തരണം ചെയ്യുന്നത് കാർമേഘ മുകളിൽ കൂടി പറന്നാണ് ആ പ്രതിസന്ധിയെ തരണം ചെയ്യുന്നത്. അത് ലീഡർഷിപ്പിന് നമുക്ക് കിട്ടാവുന്ന ഒരു പാഠം പരുന്തിന്റെ നിന്ന് ഈ ഒരു പാഠമാണ്. എന്ത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും ആ പ്രതിസന്ധികളൊക്കെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയണം. രണ്ടാമതായി പരന്ത് തരുന്ന മറ്റൊരു പാഠമുണ്ട്. നമുക്കറിയാം, ഈ പരന്ത് താന്നു പറക്കുമ്പോൾ, നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അത് താന്നു പറക്കുമ്പോൾ അതിന്റെ മുകളിൽ കാക്ക വന്നിരിക്കാറുണ്ട്. അത് പരന്ത് പറക്കുന്നതിനോടൊപ്പം ആ കാക്കയും അതിന്റെ പുറത്തിരുന്ന്, കാക്ക ചുമ്മാ ഇരിക്കാനല്ല ചെയ്യുന്നത്, അതിനെ മാന്തും പൊത്തും ഇതൊക്കെ ചെയ്ത പരന്തിനെ പരമാവധി ശല്യം ചെയ്യാറുണ്ട്. പക്ഷേ പരന്ത് അതിന്റെ തിരിച്ച് കാക്കയെ ഒന്നും ചെയ്യാറില്ല. അതിന് പകരം പരന്തിന്റെ ലക്ഷ്യത്തിലേക്ക് പറക്കും, വളരെ ഉയരത്തിലേക്ക് പറക്കും. അവന്റെ ലക്ഷ്യത്തിലെത്തുമ്പോൾ ആ പോകുന്ന വഴിയിൽ കാക്ക കുറച്ചു കഴിയുമ്പോൾ അതിന് ശ്വസിക്കുവാൻ വായു കിട്ടാതെ തിരികെ പറന്ന് അല്ലെങ്കിൽ താന്ന് ഭൂമിയിലേക്ക് പോകും. ഇതേപോലെ ലീഡർഷിപ്പിലും നമുക്ക് ചെയ്യുന്ന ഒരു വലിയൊരു പാഠമാണത്. ഉയരങ്ങളിലേക്ക്, നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് പറന്നു പോകുമ്പോൾ പല മാർഗങ്ങളിലും പല തടസ്സങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറാതെ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചേരുവാൻ കഴിയുക എന്നുള്ള മറ്റൊരു വലിയ പാഠമാണ് നമുക്ക് പരന്ത് തരുന്നത്. ഡിയർ ഫ്രണ്ട്സ്, റോട്ടറി നമുക്ക് ഒരുപാട് അവസരങ്ങൾ തരുന്നുണ്ട്. ഏറ്റവും വലിയൊരു അവസരം എന്ന് പറയുന്നത് റോട്ടറി മൂവ്മെന്റ് ഉണ്ടായത് പോലും നേരത്തെ ഇവിടെ ഡോക്ടർ പ്രസന്നൻ സൂചിപ്പിച്ചതുപോലെ വലിയൊരു സൗഹൃദത്തിന് വേണ്ടിയാണ് റോട്ടറി മൂവ്മെന്റ് ഉണ്ടായത്. നമുക്ക് ഏറ്റവും നല്ല സൗഹൃദങ്ങൾ, റോട്ടറി നമുക്ക് തരുന്ന നല്ല സൗഹൃദങ്ങൾ, ഇവിടെ വന്നാൽ എനിക്ക് കിട്ടുന്ന ഇവിടെയുള്ള നല്ല സൗഹൃദങ്ങൾ, ഇവിടെ ഇരിക്കുന്നവരെല്ലാം എനിക്ക് പേരെടുത്ത് പറഞ്ഞ് വിളിക്കാൻ കഴിയുന്ന, ഒരു പരിധിവരെ പേരെടുത്ത് വിളിക്കുവാൻ പറഞ്ഞ് കഴിയുന്ന, എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഹൃദം അത് റോട്ടറി തരുന്നതാണ്. റോട്ടറി പ്രസ്ഥാനം തന്നെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയുള്ളതാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് കളയാതെ അത് കീപ്പ് ചെയ്യുക, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ റോട്ടറി തരുന്ന അവസരം അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ റോട്ടറി തരുന്ന മറ്റൊരു അവസരമാണ് ലീഡർഷിപ്പിനുള്ള ഒരു അവസരം. ഈ വർഷം നമ്മുടെ റോട്ടറി ക്ലബ് ഓഫ് ഹരിപ്പാടിൽ ഗ്രേറ്ററിൽ നമുക്ക് രണ്ടാമത്തെ വനിതാ പ്രസിഡന്റ് ഉണ്ടായിരിക്കുന്നു. ചാർട്ടർ പ്രസിഡന്റ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വനിതാ പ്രസിഡന്റ് നമുക്ക് ഉണ്ടായിരിക്കുന്നു. തീർച്ചയായിട്ടും അത് കിട്ടുന്ന ഒരു അനുഭവം, കഴിഞ്ഞ അടുത്ത ഒരു വർഷം ഈ ക്ലബിനെ നയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ലീഡർഷിപ്പിന്റെ അനുഭവം. റോട്ടറിയുടെ ഇന്റർനാഷണൽ പ്രസിഡന്റ് മുതൽ ക്ലബ് പ്രസിഡന്റ് വരെ എല്ലാവർക്കും 365 ദിവസമാണുള്ളത് പ്രവർത്തിക്കാനുള്ളത്. ഈ 365 ദിവസങ്ങളിൽ ഇപ്പോ ഏകദേശം 16 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഈ സമയങ്ങളിൽ നമുക്ക് പ്രവർത്തിക്കാൻ കിട്ടുന്ന അവസരം, അത് നമ്മുടെ ലീഡർഷിപ്പിനെ നമുക്ക് ഉയർത്തിയെടുക്കുവാൻ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അവസരമായി കാണുന്നു. റോട്ടറി നമുക്ക് തരുന്ന വലിയൊരു അവസരമാണ് ലീഡർഷിപ്പ്. അതുപോലെ തന്നെ നമുക്ക് തരുന്ന മറ്റൊരു വലിയൊരു അവസരമാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഈ ഒരു വർഷം ഈ ക്ലബിനെ നയിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റം, റോട്ടറി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നമുക്ക് കിട്ടുന്ന, സമൂഹത്തിൽ കിട്ടുന്ന റെസ്പെക്ട്, ഇതെല്ലാം റോട്ടറി നമുക്ക് തരുന്ന ഒരു വലിയ പാഠമാണ്, വലിയ അനുഭവമാണ്. അതുപോലെ തന്നെ നമുക്ക് സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുമ്പോൾ പല പാട്ടിനോ ഡാൻസിനോ കളികൾക്കോ ഒക്കെ നമ്മൾ പോയിട്ടുണ്ടാവാം. പിന്നീട് പക്ഷെ നമുക്ക് ഒരിക്കലും ആ അവസരം തിരിച്ചു കിട്ടാറില്ല. പക്ഷെ റോട്ടറി നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു അവസരം, നമുക്ക് കൾച്ചറൽ ആക്ടിവിറ്റീസിൽ, ഫയർ പോലുള്ള കൾച്ചറൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുവാനുള്ള ഒരു അവസരം. ക്രിക്കറ്റ് കളിക്കുന്നവർക്കും ഫുട്ബോൾ കളിക്കുന്നവർക്കും ഒക്കെ അതിൽ പങ്കെടുക്കുവാനുള്ള റേസ് പോലുള്ള ഏറ്റവും വലിയ അവസരം നമുക്ക് റോട്ടറി തരുന്നു. റോട്ടറി നമുക്ക് ഒരു ഗ്ലോബൽ പൗരനെ പോലെ ലോകത്തെവിടെയുള്ള ആൾക്കാരുമായി ബന്ധപ്പെടുവാനുള്ള ഒരു അവസരം നമുക്ക് തരുന്നു. ഇതിലൊക്കെ ഉപരി റോട്ടറി തരുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുവാനുള്ള ഒരു അവസരം.
അപ്പൊ നമ്മൾ ആലോചിക്കും, ആരാണ് ഒരു നല്ല മനുഷ്യനെന്ന് ആലോചിക്കും. ഒരിക്കലും ഒരു ഗുരു അദ്ദേഹം എല്ലാ ഗ്രാമങ്ങളിലും ഓരോ ഗ്രാമങ്ങളിൽ നിന്ന് മറ്റൊരു ഗ്രാമങ്ങളിലേക്ക് പോയി ഓരോ സായാഹ്നത്തിലും അവിടെയുള്ള ആൾക്കാർക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നല്ല മറുപടി പറഞ്ഞു കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഗുരുവാണ്. ഒരു ദിവസം അദ്ദേഹം ഒരു ഗ്രാമത്തില് ഒരു സായാഹ്നത്തിൽ ഒരു മരച്ചോട്ടിൽ ഇരിക്കുമ്പോൾ അതിന് ചുറ്റും ഒരുപാട് ആൾക്കാർ വന്നുകൂടി. പല ചോദ്യങ്ങളും ചോദിച്ചു. അതിനുള്ള മറുപടികൾ അദ്ദേഹം ഓരോന്നായി പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു സ്ത്രീ എണീറ്റ് ചോദിച്ചു, അല്ലയോ ഗുരു, ആരാണ് നല്ല മനുഷ്യൻ? അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അദ്ദേഹത്തിന് അതിന്റെ പാഠത്തിൽ നിന്ന് 4 ചില്ല് ഗ്ലാസുകൾ എടുത്ത് നിരത്തി വെച്ചു. ഗുരു എന്ത് ചെയ്യുന്നു എന്ന് നോക്കി നിൽക്കുമ്പോ ആ 4 ഗ്ലാസുകളിലേക്കും അദ്ദേഹം ജലം നിറച്ചു വെച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ പാഠത്തിൽ നിന്ന് 4 മനുഷ്യരൂപങ്ങൾ എടുത്തു. ഒന്ന് ഒരു ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു മനുഷ്യരൂപം, 2 ഒരു കളിമൺ കൊണ്ടുണ്ടാക്കിയ ഒരു മനുഷ്യരൂപം, 3-ാമത്തേത് പഞ്ഞി കൊണ്ടുണ്ടാക്കിയ ഒരു മനുഷ്യരൂപം, 4-ാമത്തേത് കൽക്കണ്ടം കൊണ്ടുണ്ടാക്കിയ ഒരു മനുഷ്യരൂപം. 1-ാമത്തെ ഗ്ലാസിൽ അദ്ദേഹം ലോഹം കൊണ്ടുണ്ടാക്കിയ ആൾരൂപത്തെ ഇട്ടു. 2-ാമത്തെ ഗ്ലാസ്സിൽ അദ്ദേഹം കളിമൺ കൊണ്ടുണ്ടാക്കിയ ആൾരൂപത്തെ ഇട്ടു. 3-ാമത്തെ ഗ്ലാസ്സിൽ പഞ്ഞി കൊണ്ടുണ്ടാക്കിയ ആൾരൂപം ഇട്ടു. 4-ാമത്തെ ഗ്ലാസ്സിൽ കൽക്കണ്ടം കൊണ്ടുണ്ടാക്കിയ ആൾരൂപം ഇട്ടു. അദ്ദേഹം എന്നിട്ട് 1-ാമത്തെ ഗ്ലാസ്സിലേക്ക് ആൾക്കാരുടെ ശ്രദ്ധ ക്ഷണിച്ചു. എന്നിട്ട് ചോദിച്ചു, ലോഹം കൊണ്ടുണ്ടാക്കിയ ആൾരൂപം വെള്ളത്തിലിട്ടാൽ എന്തെങ്കിലും സംഭവിക്കുമോ? അതിനൊരു വ്യത്യാസവുമില്ലാതെ അത് അങ്ങനെ തന്നെ തുടരുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതുപോലെയാണ് ചില മനുഷ്യർ. അവർ ചുറ്റുപാടുകളിൽ എന്താണ് നടക്കുന്നതെന്ന് അവർ ശ്രദ്ധിക്കാറില്ല. അവർ അവരുടെ സ്വന്തം കാര്യം മാത്രം നോക്കി ഇതുപോലെ മറ്റ് സമൂഹത്തിൽ എന്ത് നടന്നാലും അതിനൊരു വ്യത്യാസമില്ലാതെ ഇതേപോലെ ഇരിക്കുന്ന ചില മനുഷ്യർ. ഇതാണ് ചില മനുഷ്യർ. 2-ാമത്തെ ക്ലാസ്സിൽ ഇട്ടത് കളിമൺ കൊണ്ടുണ്ടാക്കിയ ആൾരൂപമാണ്. കളിമൺ ആ ജലത്തിൽ അലിഞ്ഞു ചേർന്ന് ജലത്തിനെ കൂടി പൊല്യൂട്ടഡ് ആക്കി അല്ലെങ്കിൽ മലിനമാക്കി. അദ്ദേഹം പറഞ്ഞു, ഇതുപോലെയാണ് ചില മനുഷ്യർ. അവർ സ്വയം നശിക്കുന്നു എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ കൂടി നശിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ ഭൂമി, ഈ ലോകം വിട്ട് പോവുകയുള്ളൂ. അങ്ങനെയുള്ള ചില മനുഷ്യർ. ഇതിൽ അദ്ദേഹം 3-ാമത്തെ ക്ലാസ്സിലേക്ക് ആൾക്കാരുടെ ശ്രദ്ധ ക്ഷണിച്ചു. 3-ാമത്തെ ക്ലാസ്സിൽ പഞ്ഞി കൊണ്ടുണ്ടാക്കിയ ആൾരൂപമാണുള്ളത്. ആ പഞ്ഞി ജലത്തെ, ആ ഗ്ലാസ്സിലുള്ള ജലത്തെ കൂടി വലിച്ചെടുത്തു. അദ്ദേഹം പറഞ്ഞു, ഇതുപോലെയാണ് ചിലർ. അവർ മറ്റുള്ളവർക്കൊന്നും കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവരിൽ നിന്നുള്ളത് കൂടി ഇങ്ങോട്ട് വലിച്ചെടുക്കുന്ന ചിലർ. എന്നിട്ട് 4-ാമത്തെ ക്ലാസ്സിൽ അദ്ദേഹം കൽക്കണ്ടത്തിന് എന്ത് സംഭവിക്കുമെന്ന് അറിയാം. കൽക്കണ്ടം ആ ജലത്തെ കൂടി അതിൽ അലിഞ്ഞു ചേർന്ന് ആ ജലത്തെ കൂടി മധുരമുള്ളതാക്കി മാറ്റി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതുപോലെയാണ് ചില മനുഷ്യർ. അവർ തന്റെ സ്വന്തം ദുഃഖങ്ങളെ മറന്ന് മറ്റുള്ളവരുടെ വിഷമങ്ങളിലും ദുഃഖങ്ങളിലും വലിഞ്ഞു ചേർന്ന് അവരുടെ സന്തോഷത്തിനായി പ്രവർത്തിക്കുന്ന ചില മനുഷ്യർ. അങ്ങനെയുള്ളവരാണ് റൊട്ടേറിയൻസ്. അങ്ങനെയുള്ള നമ്മുടെ ഡോക്ടർ ജോണിയൽ ഗബ്രിയലിനെ പോലെ കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ പീഡിയാട്രിക് ക്യാമ്പുകൾ നടത്തി. അത് ക്യാമ്പുകളായിട്ടല്ല, വീടുകളിൽ ചെന്ന് അവർക്ക് മരുന്ന് കൊടുത്ത് അവരെ സമാശ്വസിപ്പിച്ച് കഴിഞ്ഞ 30 വർഷമായി കൃത്യമായി ചെയ്തു പോരുന്ന ഡോക്ടർ ജോണി ഗബ്രിയലിനെ പോലുള്ള നല്ല മനുഷ്യർ. അല്ലെങ്കിൽ 300 ദിവസവും ഹരിതകർമ്മ സേനയ്ക്ക് ആഹാരം കൊടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന ഹരിപ്പാട് ഗ്രേറ്ററിലെ റൊട്ടേറിയൻസിനെ പോലുള്ള നല്ല മനുഷ്യർ. അവർക്ക് റൊട്ടേറിയൻസിന് ഇനിയും ഹരിപ്പാട് ഗ്രേറ്റർ റോട്ടറി ക്ലബിലെ ഈ ചുറ്റുപാടുമുള്ള ഈ പരിസരത്തുള്ള ഒരുപാട് നല്ല ആൾക്കാർക്ക് അവശത അറിയിക്കുന്നവർക്ക് ഇതേപോലെ അവരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അവർക്ക് വേണ്ട നല്ല സേവനങ്ങൾ കൊടുക്കുവാൻ റോട്ടറി ക്ലബ് ഓഫ് ഹരിപ്പാട് ഗ്രേറ്ററിലെ എല്ലാ റൊട്ടേറിയൻസിനും കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുകയാണ്. ഇപ്പൊ ചാർജ് എടുത്ത റൊട്ടേറിയൻ സൗമ്യ പ്രമോദിന് അടുത്തൊരു വർഷം പ്രസിഡന്റ് നൈറ്റിലേക്ക് വരുമ്പോ ഒരു നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു നല്ല പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അവാർഡ് കിട്ടുന്നതിലല്ല ഒരു പ്രസിഡൻഷിപ്പ് എന്ന് പറയുന്നത്.
നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മറ്റുള്ള മനുഷ്യരുടെ ജീവിതത്തെ മാറ്റുമ്പോൾ അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. അങ്ങനെ ഒരു നല്ല പ്രസിഡന്റായി മാറുവാൻ അതിന് കൂട്ടുനിൽക്കുന്ന സെക്രട്ടറി രേഖ ഷിജുവിനും അതുപോലെ ട്രഷറർ നമ്മുടെ റിട്ടയർ PAG ജേക്കബ് സാമുവലിനും ഒക്കെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്തേ. Thank you. Honor our chief guest. Jewelers. Sergeant at Arms, please. I present Ullas P. Rotarian Krishna Umar, RC Mannarshala, Rotarian Chandra. To attend this installation meeting. Last almost 37 years, I had been nurturing the Rotary spirit. I am very happy to see that many of my good old friends are here in this pleasant evening. And I don't want to prolong my speech or give any valuable ideas, but I am really proud of all the members of this Haripad region, including Rotary Club of Haripad Greater, my good friends Haripad Rotarians, Haripad Club friends are there, and Bannarsala, all the Rotarians. I am really proud to be a Rotarian because of you. Because of you, all the presidents who led the clubs during so many years, and this club during the last 5 years, starting from charter president, and now we have installed another lady as the president. 3 qualities I see in our Rotarian Soumya. That is, one is humility. ഭയങ്കര ഹമ്പിളാണ്. ഇത്രയും കാര്യം ഇത്രയും ഒരു എന്താ സമ്പത്തിന്റെയും എല്ലാത്തിന്റെയും നല്ല ലവ്ലി ആയിട്ടാണ് പെൺകുട്ടികൾ. നിങ്ങൾക്കറിയാം, നമ്മുടെ റോട്ടറി ഇവന്റ്സിനൊക്കെ അവരുടെ ഡാൻസ് കൊണ്ടായിരിക്കും പലപ്പോഴും ഇനോഗ്രേഷൻ തുടങ്ങിയിട്ടുള്ളത്. അവരെ വളർത്തിക്കൊണ്ടുവന്ന് കലയിലും ഇപ്പൊ അവര് ജോർജിയയില് മെഡിക്കൽ സ്റ്റുഡന്റ്. എന്നിട്ടും ഷീസ് സോ ഹംബിൾ ആൻഡ് ഹ്യൂമിലിറ്റി. സെക്കൻഡ് തിങ് ഈസ്, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തളരാത്ത ഒരു അത് ഭയങ്കര ഒരു ഞാൻ കൺട്രോളാണ്. പ്രതിസന്ധികൾ വരപ്പോഴും ജീവിതത്തിൽ ഒരിക്കലും തളരാറില്ല സൗമ്യ. പ്രമോദ് ഈസ് there behind her, behind every woman there is a gentleman. And third quality is her, എന്താ പറയാ, മലയാളത്തിൽ പറഞ്ഞ ഗുരുത്വം. ഏത് കാര്യത്തിൽ ആ ഗുരുത്വം ഉണ്ട്. അപ്പൊ ഈ ക്വാളിറ്റിയോടെ ഈ ക്ലബിനെ നയിക്കാനായിട്ട് ഇപ്പോ നമ്മള് സെലക്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ വ്യക്തി തീർച്ചയായും ഈ ക്ലബിനെ വളരെയധികം ഉയരങ്ങളിലേക്ക് നയിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. രജനീകാന്തൊക്കെ എപ്പോഴും പറയുന്ന ഹരിപ്പാട് ഈസ് എ റോട്ടറി ഹബ് നൗ. ഒട്ടും പിന്നോട്ട് പറയാൻ പറ്റാത്ത വിധത്തിലൊരു ഹബ്ബായി മാറിയിരിക്കുകയാണ്. ആൻഡ് ഐ എം ഷുവർ ദാറ്റ് ഈ നമ്മുടെ സൗമ്യം മാത്രമല്ല, ഈ ഹരിപ്പാടിനെ ഏറ്റവും ഉയരങ്ങളിലേക്ക് നയിക്കുവാൻ ജഗദീശനെ അനുവദിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. നന്ദി, നമസ്കാരം. ജയ റോട്ടറി. താങ്ക് യു ഡോക്ടർ ജോളി ഗബ്രിയൽ. അദ്ദേഹത്തിന് ഒരു പൊന്നാളെ അണിയിക്കുന്നതിന് വേണ്ടി പ്രസിഡന്റ് സൗമ്യ പ്രമോദിനെ ക്ഷണിച്ചു. താങ്ക് യു. സമൂഹത്തിലെ ഇന്ന് ഈ വേദിയിൽ എന്നെ ഇവിടെ നിൽക്കാൻ
പ്രാപ്തയാക്കിയത് എന്നെ വിട്ടുപോയ എൻ്റെ ഭർത്താവ് പ്രദീപും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും ആത്മാവാണ്. എൻ്റെ മുന്നിൽ ചെയ്തു തീർക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതാണ് എനിക്ക് ജീവിക്കാനുള്ള പ്രചോദനം. ഹരിപ്പാട് അമ്പിളി പ്രസ് എന്ന സ്ഥാപനം എൻ്റെ ഭർത്താവും അദ്ദേഹത്തിൻ്റെ കുടുംബവും വളർത്തി എടുക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. 43 വർഷമായി ഈ സ്ഥാപനം കാരിച്ചാൽ എന്ന സ്ഥലത്ത് തുടങ്ങിയിട്ട്. ഹരിപ്പാട് 26 വർഷമായിട്ട് ഉണ്ട്. എൻ്റെ വിവാഹശേഷം ടീച്ചർ എന്നൊരു സ്വപ്നം ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഈ സ്ഥാപനത്തിൽ വലതുകാൽ വെച്ച് കയറിയതാണ്. ഇന്നും ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ അത്യധികം കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും എനിക്ക് പ്രസ് എന്നത് ഒരു ആവേശമാണ്. ഈ പ്രസിൻ്റെ പേര് കാത്തു സൂക്ഷിക്കുവാനും എൻ്റെ പൊന്നു മക്കളെ നല്ല നിലയിൽ എത്തിക്കുവാനും ഞാൻ മരണം വരെ കഠിനാധ്വാനം ചെയ്യും. ഈ സ്ഥാപനത്തിൽ എന്നോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും ഞാൻ ഈ വേദിയിൽ അനുസ്മരിക്കുന്നു. റോട്ടറി ക്ലബ് ഓഫ് ഹരിപ്പാട് ഗ്രേറ്റർ സുധർമ്മ മുരളീധരൻ ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ മികച്ച വനിതാ വ്യവസായ സംരംഭകയ്ക്കുള്ള ഈ അവാർഡിന് ഞാൻ അർഹയാണെന്ന് തെരഞ്ഞെടുത്ത് എനിക്ക് നൽകിയതിൽ എല്ലാവർക്കും എൻ്റെ വ്യക്തിപരവുമായും അമ്പിളി പ്രസിൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് ഈ വനിതാരത്ന അവാർഡ് ഇവിടെ കൊടുക്കുന്നുണ്ടായി. അതിനുള്ള കാരണം എൻ്റെ പ്രിയ പത്നി ഞങ്ങൾ വിവാഹിതരായിട്ട് 38 വർഷത്തോളമായി. അതിൽ നിന്ന് കാര്യം ഞാൻ ചെറിയ ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തായിരുന്നു. എൻ്റെ പ്രിയ പത്നി വിവാഹത്തിന് ശേഷം എന്നോട് തോൾ ചേർന്ന് ഞങ്ങളുടെ ഈ പ്രസ്ഥാനം എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച് ഇന്ന് ഈ നിലയിൽ എത്തിക്കാൻ പ്രാപ്തി ആകാനുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ മുരളി ഹോട്ടൽ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുന്നത്. അത് ഹരിപ്പാട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും അറിയാം. എൻ്റെ പ്രിയപത്നി റൊട്ടേറിയനായിരുന്നു. ഈ ഹരിപ്പാട്ട് റോട്ടറി ക്ലബിലും നമ്മുടെ ഗ്രേറ്റർ റോട്ടറി ക്ലബിലും ഒരേപോലെ പങ്കെടുത്ത് എല്ലാ കാര്യത്തിലും പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടും ഇതുപോലെ എൻ്റെ പത്നി മരിച്ചതിന് ശേഷം 4 വർഷം കഴിയുവാണ് ഇപ്പോഴ്. അതിനുശേഷം ആദ്യത്തെ വർഷം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ നമ്മുടെ സുഹൃത്ത് നമ്മുടെ മുരുകൻ പാളയത്തിനായിട്ട് ബന്ധപ്പെട്ടു. നമുക്കൊരു എന്നും എൻ്റെ വൈഫിൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി നമുക്കൊരു അവാർഡ് ഇവിടെ നമുക്ക് കൊടുക്കാനുള്ള ഒരു ചെയ്യണം. അങ്ങനെ ഞങ്ങൾ 5 പേരുടെ ഒരു കമ്മിറ്റി ഇവിടെ രൂപീകരിച്ചു. ഒന്ന് മുരുകൻ പാളയത്തിൽ ചെയർമാനായിട്ടും ബാബുരാജ്, അതേപോലെ ഡോക്ടർ പ്രസന്നൻ, അതേപോലെ ജേക്കബ് സാമുവൽ, അതുപോലെ ഞാൻ, അതേപോലെ തന്നെ അതാത് വരുന്ന പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഇതെല്ലാം തിരഞ്ഞെടുക്കുന്നത്. ആദ്യത്തെ വർഷം കാർത്തിപ്പള്ളി താലൂക്ക് മാത്രമാണ് അപേക്ഷ ക്ഷണിപ്പിച്ചിരുന്നത്. 2ഉം 3ഉം ഈ വർഷവും കഴിഞ്ഞ വർഷവും ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഒരു അപേക്ഷകളാണ് സ്വീകരിച്ചിരുന്നത്. ഇപ്പൊ തന്നെ 90ഓളം അപേക്ഷകൾ നമുക്കിവിടെ കിട്ടി. അതിൽ നിന്ന് ഈ കമ്മിറ്റി 20 എണ്ണം സെലക്ട് ചെയ്തു. ആ 20 എണ്ണം നമുക്ക് നേരിട്ട് പോയി അവരുടെ വീടുകളിലും അവരുടെ പ്രസ്ഥാനങ്ങളിലും പോയി അവരുടെ സംരംഭകത്വം എന്താണെന്ന് നേരിട്ട് അറിയാൻ വേണ്ടി ഞങ്ങൾ പലയിടത്തും പോയി. പക്ഷെ എന്തുകൊണ്ടെന്ന് അറിയില്ല, അത് എന്തായാലും ശരി ഭാഗ്യം നമ്മുടെ ഗായത്രി ദേവിക്ക് ആയിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ടും ഗായത്രി ദേവി നമുക്ക് അപേക്ഷ തന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കാട്ടിൽ ഒരുപിടി കഴിവുള്ള വ്യക്തികൾക്കാണ് അന്ന് കൊടുത്തിരുന്നത്. ഇന്ന് വന്ന ആ അപേക്ഷയുടെ മാനദണ്ഡം നോക്കിയപ്പോൾ
നമുക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഗായത്രി ദേവിക്ക് ആണ് കൊടുക്കാൻ അർഹതയായിട്ടുള്ള ഒരു വ്യക്തി. അങ്ങനെയാണ് നമ്മളിവിടെ ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടും കാര്യം വനിതകളുടെ സ്വയം സംഘങ്ങൾക്ക് ധാരാളം ഉണ്ടെങ്കിൽ തന്നെ അവർക്കൊക്കെ പ്രചോദനം ഉണ്ടാകാൻ വേണ്ടി വ്യക്തികൾക്ക് അവരുടെ ചെയ്യുന്ന തൊഴിലുകൾക്ക് ആത്മാർത്ഥതയും അത് ആ വ്യവസായം നല്ലതിൽ കൊണ്ടുപോയി മറ്റുള്ളവർക്കൊരു മാർഗദീപം തെളിച്ചു കൊടുക്കാനുള്ള താല്പര്യം കൊണ്ടാണ് വനിതകളെ മാത്രം തിരഞ്ഞെടുക്കുന്നത്. കാര്യം മറ്റുള്ളവർക്കൊരു മാതൃകയും കൂടെ ആകണം. അതാണ് നമ്മുടെ ആവശ്യകത. ഇത് ഞാൻ കൂടുതലായിട്ട് കടക്കുന്നില്ല. എന്തായിരുന്നാലും ശരി, ഈ നല്ലൊരു നമ്മുടെ അമ്പിളി പ്രസല്ല ഗായത്രി ദേവിക്ക് എല്ലാവിധ ഭാവങ്ങളും ഉണ്ടാകട്ടെ. അവരുടെ പ്രസ്ഥാനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.